ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ പാസ്റ്റ് മാർക്കറ്റിങ്ങിലെ ഓണവിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇന്ന് ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ റാഷിൻ്റെയും ഫാസിലിൻ്റെയും അമ്മാൻ്റെയൊക്കെ കുസൃതികളൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലും ആത്മാർത്ഥയുടെ നിറകുടായിട്ടുള്ള ഞങ്ങളുടെ മുനിയർക്ക് കളക്ഷൻ ഡീറ്റെയിൽസൊക്കെ എഴുതി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂക്കളം തീരാതെ ഞാൻ ഇവിടെ നിന്ന് എണീക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇനി ഇരിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുകയാണ് സഹീർക്ക. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഓണപരിപാടിയായിരുന്നു ഇത്. പിന്നെ നമ്മൾ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കസേര കളിയായിരുന്നു ആദ്യം. ഗെയിം തുടങ്ങുന്നതിന് മുന്നേ തന്നെ സേർക്കൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സേർക്കൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തതും. ചിരിച്ചൊരു വഴിക്കായിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഭയങ്കര കോമഡി ആയിരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റാഷിയേറെ കസേര കളി മത്സരത്തിൽ നമ്മൾ റാഷിയാണ് ജയിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ഗെയിമായിരുന്നു. വളരെ വാശിയോട് കൂടിയിട്ടാണ് എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പാസ്റ്റ് മാർക്കറ്റിങ്ങിലെ മല്ലന്മാർ തമ്മിലുള്ള വടംവലി മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കുറേ ഗെയിംസൊക്കെ ചെയ്തിട്ട് എല്ലാവരും വിശന്ന് വലഞ്ഞു. പിന്നെ സദ്യക്കുള്ള ടൈമായി. അടിപൊളി സദ്യയായിരുന്നു. എല്ലാവരുടെ മനസ്സും വയറും നിറഞ്ഞു. പിന്നെ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ഗെയിംസും കൂടെ നടത്തി. സദ്യൻ്റെ ശേഷം കലം പൊട്ടിക്കലും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഗെയിം ഉണ്ടല്ലോ, അങ്ങനെ അതൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര കോമഡി ആയിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഗ്ലാസിൻ്റെ ഗെയിം ഏറ്റവും കോമഡി ആക്കിയത് വിനു തന്നെയാണ്. രംഡി ആണെന്നുള്ള ജാടയോ ഒന്നുമില്ലാതെയാണ് സേർക്ക വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഗെയിമിൽ പങ്കുചേർന്നത്. വളരെ മനോഹരമായിട്ട് കളിച്ചിട്ട് അഞ്ജുവാണ് ഈ ഗെയിമിൽ വിൻ ചെയ്തത്. പിന്നെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള ഗിഫ്റ്റുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആരും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ പോവാൻ നേരം എല്ലാവർക്കും വലിയൊരു കിറ്റ് തന്നെ അവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കിറ്റിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും